ഞാൻ ഇനിയിപ്പം പറയുന്നത് കേട്ടോളുക. ഞാനൊരു കോൺഗ്രസിൻ്റെ അനുഭാവിയാണ്, അതിലെ അംഗവുമാണ്. ഞാൻ ഈ വരുന്നല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് രാഹുൽ ഗാന്ധിയുടെ ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാവുന്നത് ഞാൻ ചെയ്യും. അദ്ദേഹവുമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രിയങ്ക ഗാന്ധിയുമായിട്ടും ഒക്കെ ബന്ധപ്പെടാറുണ്ട്. അപ്പം എൻ്റെ കാര്യങ്ങൾ അവരോട് ഞാൻ വിശദീകരിക്കാറുണ്ട്. എനിക്ക് അതല്ല, നമ്മുടെ ഇവിടെ ഒരു മതേതരത്വ സംസ്ഥാനം രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. വർഗീയ ധ്രുവീകരണവും അതുപോലെ തന്നെ ഗുണ്ടായുസും എല്ലാം അവസാനിപ്പിച്ച് യഥേഷ്ടം ജനങ്ങൾക്ക് സംരക്ഷണവും പോലീസ് നിർവീര്യമാക്കപ്പെട്ട അത് ക്ലിയർ ചെയ്ത് ഒരു മൈത്രി എന്തുമാത്രം മൈത്രിയാണെന്ന് ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം. അത് ഒരു നല്ല രീതിയിൽ ആ മനുഷ്യരോട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവം ഉദ്യോഗസ്ഥരുടെ ഇടയിലും ഉണ്ടാക്കാനുള്ള കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അത് അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇവിടെ കിടന്ന് അപകടം ഉണ്ടാക്കണ്ടല്ലോ, ഈ കണ്ടെയ്നർ കൊണ്ട് അപകടം ഉണ്ടാക്കണ്ട, അത് നിലവിലുള്ള കടലിലൂടെ പോയാൽ നിലവിലുള്ള ആഴം കൂട്ടേണ്ട സ്ഥലത്ത് ആഴം കൂട്ടിയാൽ നമ്മുടെ കണ്ടെയ്നറുകൾ യഥേഷ്ടം അതാത് തുറമുഖങ്ങളിൽ എത്താൻ കഴിയും. ആ തുറമുഖം ഒന്ന് ചെളികളൊക്കെ നീക്കിയാൽ അതൊക്കെ കഴിയും. അന്നേരം ഈ കൊടുക്കുന്ന ടൈം അതുവഴി വിട്ടാൽ ട്രാഫിക് ടൈറ്റ് ഒഴിവാക്കാം, പല കാര്യങ്ങളും നേടാൻ കഴിയും, സമയലാഭമുണ്ട്, പിന്നീട് യാത്ര സൗകര്യങ്ങളും എല്ലാം മെച്ചപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വികസനമായിട്ട് പുള്ളി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും തോന്നി. ഇതാണ് വേണ്ടത്, നമ്മൾക്കൊരു സൈറ്റ് ഉണ്ടായിരിക്കണം. പിന്നീട് എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടി ഒരു റോഡുണ്ടാക്കി അത് നിലവിലുള്ളത് ഇതാണ്, അതുപോലെ ശരിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പം വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ഇതേ അവസ്ഥയാണ്. ഈയിടെ ഫേസ്ബുക്കിലൂടെ കണ്ടു, ഒരു വിദേശി വന്നു. സാധാരണ ഇപ്പോഴും ഈ 16-ാം നൂറ്റാണ്ടിലൊക്കെ കിടക്കുക നമ്മുടെ വടക്കേ ഇന്ത്യയൊക്കെ എന്ന് തോന്നും. ഒരു തടി കൊണ്ട് ഉണ്ടാക്കി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷാവണ്ടി, ആ റിക്ഷാവണ്ടിയെ കയറി അയാളെ കൊണ്ടുവന്ന് കട്ടറായിരുന്നു, ആ കട്ടറെ വീണു, അയാളും വെള്ളത്തിൽ വീണു. അവസ്ഥ ഇതുപോലൊക്കെയാണ് നമ്മുടെ ഇപ്പോഴും പല പ്രദേശങ്ങളും. ചുമ്മാതെ ഒരു റോഡുണ്ടാക്കി വെച്ചതുകൊണ്ടായില്ല നമ്മുടെ പല കാര്യങ്ങളും. GDP നാഷണൽ ഇൻകം ഇന്ന് പറയും, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നു, 75 രൂപ മാത്രമേ നമ്മുടെ ശരാശരി സാധാരണക്കാരുടെ വരുമാനം, ഒരു വർഷത്തെ വരുമാനം 27,000 രൂപയാണ്. ഈ 27,000 രൂപയിൽ ആകെ കിട്ടുന്നത് 75 രൂപയാണ് ഒരു മാസത്തെ, ഒരു ദിവസത്തെ വരുമാനം. ഒരു ദിവസത്തെ വരുമാനം 75 രൂപയാകുമ്പോഴത്തേക്ക് ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 2,250 രൂപയാണ്. അങ്ങനെയാണ് ഒരു വർഷത്തെ വരുമാനം വരുന്നത് 27,000. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ എന്ത് വികസനമാണ് ഉണ്ടായത് നമ്മളൊന്ന് നോക്കുക. നമുക്ക് എല്ലാത്തിനും കാശ് കൊടുത്ത് തന്നെ വാങ്ങണം. പിന്നെ സൗജന്യമായിട്ട് ഇൻഷുറൻസ് പദ്ധതികളോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നുമേ അഡോപ്റ്റ് ചെയ്യാനോ അത് കൃത്യമായിട്ട് ചെയ്യാനോ കഴിഞ്ഞില്ല. പെൻഷൻ തുക ഇപ്പോഴാണ് 2,000 രൂപ വരുന്നത്. ഇതൊന്നും ശരിയായിട്ടില്ല. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒഴിവ് കൊടുക്കേണ്ട ഒന്നുമേ, ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്നു, എനിക്കൊരു ഒറ്റ കുന്തവും കിട്ടിയില്ല. എന്നോട് അവസാനം ചോദിച്ചു, GPF വേണ്ടത് നിങ്ങൾ ഇതെടുക്കാൻ വയ്യായിരുന്നു. എങ്ങനെ എടുക്കും? പലതും ഇൻകംപ്ലീറ്റഡ് ആയതുകൊണ്ട് ഒന്നുമേ സമയത്ത് ചെയ്യാനോ. അത് ഞാൻ ഒരു ജോലി ഞാൻ പ്ലാൻ ക്ലാർക്കായിരുന്നു 12 വർഷം. ഈ പ്ലാൻ ക്ലാർക്കിന് എന്തുമാത്രം ജോലി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. മിനിറ്റിനായിരിക്കും
എക്സ്പെൻഡിച്ചറും മറ്റൊന്നും എല്ലാം കൊടുക്കണം, കണക്കുകൾ കൊടുക്കണം, അതാത് വർഷത്തെ ഓരോന്നും പ്രത്യേകം കൊടുക്കണം. അന്നേരത്തേക്ക് നമുക്ക് സമയം കിട്ടിയില്ല ഈ ബുക്കുകളൊക്കെ ക്ലിയർ ചെയ്ത് കിട്ടും. പിന്നെന്ന് പറയുന്നത് അക്കൗണ്ടൻ്റാണ്. അക്കൗണ്ടൻ്റും ഒരു ജോലിയല്ല, ഈ കുറേ ജോലികളെല്ലാം കൂടെ അധികഭാരം അടിച്ചേൽപ്പിക്കുക, കളക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുക, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അക്കൗണ്ടൻ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് മിക്കപ്പോഴും ചില ആൾക്കാർക്ക് സംശയങ്ങൾ നിവാരണം ചെയ്തു കൊടുക്കുക, വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെ പഠിച്ച് ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. അതൊക്കെ കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. ലെജിസ്ലേറ്ററൊക്കെ അത് അവർ ചെയ്യേണ്ടതാണ്. മെമ്പേഴ്സും മറ്റു ആൾക്കാരും ഭരണത്തിലുള്ള അവരത് ശ്രദ്ധിച്ചാൽ മതി. എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തിൽ ഇടപെടരുത് ഒരിക്കലും. ഈ കളക്ടർ തൊട്ടുള്ള എക്സിക്യൂട്ടീവ് ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടരുത്. അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. എക്സിക്യൂട്ടീവ് നല്ല ഭംഗിയായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യണം. അത് അതിനുള്ള ബന്ധപ്പെട്ടുള്ള നടപടി സ്വീകരിക്കും. പിന്നെ ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്താണ് ഇന്ന് പെൻഡിങ്ങാന്ന് പറയുന്നത്. ആരാണ് പെൻഡിങ് വെക്കുന്നത്? നിലവിലുള്ള പോലീസ് സ്റ്റേഷനുകളിലുള്ള പരാതിയും വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നത് എന്തിനാണ്? അതിൽ പോലീസിലുള്ള വിശ്വാസം കുറഞ്ഞതുകൊണ്ടാണ് നിലവിൽ കോടതിയെ സമീപിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിലുള്ള മറ്റ് ലോക്കൽ ബോഡിയിലാണ് തീരേണ്ടതൊന്ന്. പിന്നീട് അതും വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് അവർ കൂടുതൽ മേഖലകളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഈ കുമിഞ്ഞു കൂടുന്നത്. നിലവിൽ അത് സമയബന്ധിതമായി ഈ വലിച്ചു നീട്ടാതെ സമയബന്ധിതമായി ഒരു കേസ് നല്ലതായി അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ നിങ്ങൾ ആരും രാഷ്ട്രീയത്തിലേക്ക് യൂണിയൻ എന്ന് പറയുന്നത് സ്വതന്ത്രമായി